ഹലോ അസ്സലാമു അലൈക്കും. രണ്ടാം നോമ്പിനും നമുക്കൊരു ഇഫ്താർ വിരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് 2 നോമ്പും നമുക്ക് പരിപാടിയായി അങ്ങനെ പോയി. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ മൂത്തച്ഛൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. അവിടെ നോമ്പ് തുറയുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പോൾ മൂത്തച്ഛൻ്റെ മോളെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റത്തെ വിരുന്നാണ് നോമ്പ് തുറയുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ നല്ല പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനുള്ള ഓരോ തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ജ്യൂസിനൊക്കെ സെറ്റാക്കുകയാണ്. ജ്യൂസിനുള്ള തണ്ണിമത്തനൊക്കെ അങ്ങനെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടിച്ചാൽ മതി. അപ്പോൾ അമ്നു കുഞ്ഞിൻ്റെ ഒക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. ഓനവിടെ ഇങ്ങനെ ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ അവിടെ പണിയെടുത്തപ്പോൾ. പിന്നെ കഴിക്കാനായിട്ട് പൈനാപ്പിളും അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട്. പിന്നെ നാളികേരത്തിൻ്റെ ജ്യൂസ് അടിച്ച് വെച്ചിങ്ങനെ 2 ഐറ്റം ജ്യൂസ് ഉണ്ട്. ഫസ്റ്റത്തെ സൽക്കാരമൊക്കെ അല്ലേ, അപ്പോൾ 2 വീതമൊക്കെ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി. പിന്നെ അതുപോലെ കുട്ടികളെ പിക്കൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ എടുത്തു. അപ്പോൾ നമ്മുടെ അമ്നു കുഞ്ഞ് ബത്തക്കൊക്കെ തിന്ന് തണ്ണിമത്തനൊക്കെ തിന്ന് അവിടെ ഇരിക്കണേ. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ച് സെറ്റായി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ജ്യൂസിൻ്റെ പരിപാടിയൊക്കെ അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനാണ്. അപ്പോൾ പൈനാപ്പിൾ കട്ട് ചെയ്യേണ്ട തിരക്കിലാണ് ഞങ്ങൾ. മൂത്തച്ഛകളെല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്നും പ്രയാസമായി തോന്നില്ല. പിന്നെ കാര്യമായിട്ടൊന്നും ഇല്ലേനു, ഒക്കെ കാറ്ററിങ് ഏൽപ്പിച്ചേക്കേനു, ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരണമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ പണികളേ ഉള്ളൂ. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ, ജ്യൂസ് ഉണ്ടാക്കാൻ, പിന്നെ ചായ ഉണ്ടാക്കാൻ, അങ്ങനെയുള്ള ഓരോ പണികൾ തന്നെ ഉള്ളേനു കേട്ടോ. അങ്ങനെ അല്ലറ ചില്ലറ കുഞ്ഞു കുഞ്ഞു പണികൾ. ഈ പപ്പായ കാണുന്ന പോലെയല്ല കേട്ടോ, ആൾ ഉഷാറാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഓരോ പണികളും ഒരുക്കി. പിന്നെ എണ്ണക്കടികളൊക്കെ സെറ്റാക്കണ തിരക്കിലാണ് ഞങ്ങൾ. ഉന്നക്കായ, പക്കവട, സമൂസ, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തും സെറ്റാക്കിയൊക്കെ ഇങ്ങനെ വെച്ച്. ഇപ്പോൾ ടൈമൊക്കെ ഏകദേശം അയക്കണേ, നോമ്പ് തുറക്കണേക്കളെ. അപ്പോൾ ഫ്രൂട്ട്സുകളൊക്കെ സെറ്റാക്കി ഇങ്ങനെ അവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ടൈമണായാലും അങ്ങോട്ട് ടേബിളുമൊക്കെ കൊണ്ടുപോയി വെച്ചാൽ മതി എന്ന് കരുതി. അങ്ങനെ നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴവും ഒക്കെ സെറ്റാക്കി ഡൈനിങ് ഏരിയയിൽ ടേബിളുമ കൊണ്ടുപോയി വെച്ചിട്ടോ. അപ്പോൾ വന്ന ഗസ്റ്റിനൊക്കെ ഇവിടെ ഓൾക്ക് നോമ്പറക്കുള്ള സ്ത്രീകൾക്കൊക്കെ ഇവിടെ കൊടുക്കാൻ കരുതിയിട്ട് ഓൽക്കളൊക്കെ സെറ്റാക്കി അവിടെ വെച്ച്. പിന്നെ നമ്മൾ അതിനുമോൻ്റെയും ഫോട്ടോ ഒക്കെ എടുത്ത് ഓനെന്താ വിട്ട് നിൽക്കുന്നുണ്ട്, എന്താ ഇവളെ വീഡിയോ എടുക്കണമെന്നൊക്കെ കരുതിയിട്ട് കയറും. അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ ജ്യൂസും ഒക്കെ നമ്മൾ ക്ലാസ്സൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഏതായാലും ഈ വർഷത്തെ റമളാനത്തെ ഫസ്റ്റ് 2 നോമ്പിനും പരിപാടി കിട്ടി നമുക്ക്, നോമ്പ് തുറക്ക്. ഇനി 3-ാം നോമ്പ് തൊട്ട് വീട്ടിലുണ്ടാക്കിയാണ്. സാധാരണ ഫസ്റ്റ് നോമ്പ് എല്ലാവരുടെയും വീട്ടിലുണ്ടാക്കലാണ്. നമുക്ക് അന്ന് തന്നെ പോകാൻ കിട്ടിയോണ്ട് 2 നോമ്പിനും ഇങ്ങനെ ഒരു നല്ല രസമായി കഴിഞ്ഞു. എല്ലാവരും കൂടുമ്പോൾ ഒരു രസമാണല്ലോ. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ടൈം പോയതറിഞ്ഞില്ല. നമ്മൾ വീട്ടിലൊറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് ഭയങ്കര ചടപ്പായിക്കാരം. നോമ്പ് തുറക്കണ ആ ടൈമൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല ക്ഷീണമൊക്കെ ആയിക്കാരം. ഇനി 3-ാം നോമ്പ് തൊട്ട് തന്നെ പരിപാടി. ഇനി ആരെങ്കിലുമൊക്കെ വിളിച്ച് പരിപാടി ഉണ്ടാക്കിയത് തന്നെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വലിയ വലുതിലേറാണ് കേട്ടോ കുട്ടികളെ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഒന്നിച്ച് കൂടില്ലേ. ഐക്കിൻ്റെ ചെറിയ മോൾക്ക് ഓളെ ഫ്രണ്ടിനും പാടിയും കിട്ടുകയാണ്, മുത്തച്ഛൻ്റെ മോളെ കുട്ടി. അങ്ങനെ ഓലും നല്ലോണം കഴിച്ച് നല്ല രസത്തിൽ അങ്ങനെ കഴിഞ്ഞു പോയി. എല്ലാവിധം ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു ഉണ്ടാക്കി വിടുന്നതൊക്കെ. സുർബിയാനി ബിരിയാണിയും പിന്നെ കറിയും കുറുമയും പിന്നെ ചിക്കൻ കൊണ്ടാട്ടം, അങ്ങനെ എല്ലാ ഐറ്റം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഉഷാറായിക്കാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.